ഞങ്ങളിതേ ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട്. നമുക്കൊരു ബീഫ് കറി ഇങ്ങോട്ട് വെച്ചാലോ, നല്ലൊരു അടിപൊളി ബീഫ് കറി. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം. കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും അങ്ങോട്ട് ചൂടായിക്കോട്ടെ. നമ്മളിത് എണ്ണയൊന്നും ഒഴിക്കണില്ല കേട്ടോ, കാരണം ഇത് വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കണേ. കടുക്, ഉലുവ, നമ്മളുടെ കുരുമുളക്, അങ്ങനെ ഇതെല്ലാം കൂടി വറുത്തൊന്ന് പൊടിച്ചെടുക്കും. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവ, അതേപോലെ തന്നെ കുരുമുളക്. ഇതങ്ങോട്ട് മൂത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരു 5-8 വറ്റൽ മുളക്, അതിൻ്റെ ഞെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അരിയൊക്കെ താഴേക്ക് പോരും കേട്ടോ. അതുകൊണ്ടാണ് ഞെട്ട് കളയാത്ത. ഞെട്ട് നമുക്ക് വേണമെങ്കിൽ പൊടിക്കുമ്പോൾ എടുത്ത് ഒടിച്ചു മാറ്റി കളയാം. വേഗം അതിൻ്റെ അരി പുറത്തേക്ക് വരുമ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ ആവാതിരിക്കാനാട്ടോ ഇങ്ങനെ ചെയ്യണം. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കും. പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് റെഡിയായിട്ട് ഇത്രയും മസാലക്കൂട്ടുകൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ നമ്മളുടെ ഈ ബീഫ് കറിയിലേക്ക്. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ഇതിലിട്ട് പൊടിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മളുടെ ആ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി, 3 ടേബിൾ സ്പൂൺ അതുമായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ മസാലയുടെ ഇതിലേക്കൊന്ന് ഇതായി വരാൻ വേണ്ടി അതൊക്കെ ഒന്ന് കൂട്ടി യോജിക്കുക. ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലൊന്നും ചെയ്യരുത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താലേ നമുക്ക് ആ കറക്റ്റ് രുചി കിട്ടുള്ളൂ. അതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു 9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അല്ലി വെളുത്തുള്ളി അതൊന്ന് മൂത്തോട്ടെ. പന്ത്രണ്ട് ചുമന്നുള്ളി, ഒത്തിരി വലിയ വെളുത്തുള്ളി ചുമന്നുള്ളി ആണെങ്കിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇട്ടാൽ മതി. അത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉടഞ്ഞു കൂടിക്കോളും. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ചീച്ച വീതം മതി. കാരണം നമ്മൾ ഓൾറെഡി മറ്റേ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി എല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പച്ച ഒരു മണമുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറണം. അത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തേക്കണതാണ് കേട്ടോ. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയില്ലേ അതിനകത്ത് ഓൾറെഡി മുളകൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും മതി നമുക്ക് മുളക്.
വറ്റൽമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമ്മൾ മാത്രം ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഉടഞ്ഞു വന്നുകൊണ്ടാണ്. ഇനി കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില, കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച് കുറച്ച് നേരം വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ, അതും കൂടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലേശം ഉപ്പിട്ടിട്ട് നമ്മൾ ബീഫും കൂടി ആഡ് ചെയ്ത് കുക്കർ അടച്ച് വയ്ക്കാൻ പോവാം. ബീഫ് ആഡ് ചെയ്യാം, ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ്, വേവാൻ വേണ്ട വെള്ളം, ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. A few moments later. നമ്മളുടെ കറി സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 6 വിസലാണ് കേൾപ്പിച്ചേട്ടാ. ആദ്യം പറയാതിരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എടുത്തു നോക്കി, വെന്തു ഇതേ ആവശ്യത്തിന്. നമ്മൾ ആ ഒഴിച്ച വെള്ളം ഇത്രയ്ക്കൊന്നും കൂടുതലൊന്നുമില്ല കണ്ട. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കോ അപ്പോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ആണെങ്കിൽ, പൊറോട്ടയൊക്കെ ആണെങ്കിൽ ഇത്തിരി ചാറ് വേണ്ടേ. അപ്പോൾ നമുക്കത് നമ്മളുടെ ഇഷ്ടം പോലെ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി എല്ലാവരും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.